ചേച്ചി എന്തു പറ്റി ചേച്ചി? ഒരു ടെൻഷൻ പോലെ. ഈ ബസ് നമ്മുടെ കുടുംബവും നാട്ടുകാരും ഈ യാത്ര ഇതൊക്കെ കാണുമ്പോ എനിക്ക് അന്ന് നടന്ന അപകടത്തെക്കുറിച്ച് മാത്രം ഓർമ്മ വരുന്നത് ചാരു. നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടിലൊന്ന് എത്തിയാൽ മതിയായിരുന്നു. അതുവരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ടെൻഷൻ ആവല്ല ചേച്ചി. ചേച്ചി പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. എനിക്കറിയില്ല ചാരു, ഇതുപോലൊരു യാത്രയ്ക്ക് എപ്പോ ഇറങ്ങിയാലും ശരി എന്റെ മനസ്സിൽ ആ ദുരന്തം തന്നെയായിരിക്കും ഓർമ്മ വരുന്നത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചൊന്നും വെച്ച് എപ്പോഴും അങ്ങനെ തന്നെ നടക്കണമെന്നില്ലല്ലോ ചേച്ചി. ആ ഭയം മനസ്സിൽ നിന്ന് കളയും, എന്നിട്ട് യാത്ര എൻജോയ് ചെയ്യും. മിഥുനേട്ടനും നമ്മളോടൊപ്പം നാട്ടിലേക്ക് വരുന്നുണ്ട്, കുട്ടികളും വരുന്നുണ്ട്. നാട്ടിലും നമ്മുടെ വീട്ടിലും ഒക്കെ മിഥുനേട്ടനും കുട്ടികളൊക്കെ എത്ര വർഷങ്ങൾക്ക് ശേഷാ വരുന്നേ. ഈ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും ചേച്ചി. അതിനെക്കുറിച്ച് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. മിഥുനേട്ടൻ ചക്കി പറഞ്ഞതുകൊണ്ട് മാത്രമാ വരുന്നത്, അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കാനല്ല. മിഥുനേട്ടന്റെ മനസ്സിൽ എനിക്കിപ്പോ സ്ഥാനമില്ല. മിഥുനേട്ടൻ ചിക്കുവിനെ മകനായിട്ട് അംഗീകരിച്ചു എന്നുള്ളത് ശരിയാ. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് സത്യങ്ങളൊന്നും പുറത്തു വരാതിരുന്നാ മതിയായിരുന്നു. എനിക്കിപ്പോ അതിനേക്കാളും വലിയ ആഗ്രഹമോ സന്തോഷമോ ഒന്നുമില്ല ചാരു. കുറച്ച് സമയം കൂടി കഴിയട്ടെ ചേച്ചി. നാട്ടിലെത്തി കഴിഞ്ഞാൽ ചേച്ചിയുടെ ഈ മൂടൊക്കെ മാറും. ചേച്ചി തന്നെ കണ്ടോ. ഇവിടെ ഫോണിനൊന്നും റേഞ്ച് കിട്ടില്ലേ? നമ്മള് ഗ്രാമത്തിലേക്ക് വന്നില്ലേ, ചിലപ്പോ സിഗ്നൽ കിട്ടില്ല. റേഞ്ച് പോലും കിട്ടാത്ത പട്ടിക്കാട്ടിലേക്കാണോ നമ്മൾ പോകുന്നത് മിഥുൻ? പിന്നല്ലാതെ. പിന്നെ ഈ ചേച്ചി അനിയത്തി എവിടെയാ ജനിച്ചെന്നാ വിചാരിച്ചേ? രണ്ടും കാട്ടുവാസികളാ. മോം, ഇപ്പൊ നീ ഫോൺ നോക്കി സമയം കളയാൻ പോവാണോ മഞ്ജരി? ഹാപ്പി ആയിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ നോക്ക്. അവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ സിഗ്നൽ കിട്ടില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ചിലപ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോ കിട്ടുമായിരിക്കും. മോമിന് കുറച്ച് വെയിറ്റ് ചെയ്താ എന്താ? എന്തിനെങ്ങനെ സർക്കസ് കാണിക്കുന്നേ? മിണ്ടാതിരിക്കെ. എന്റെ ഫോണിലെങ്കിലും സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. മഞ്ജരി, എന്റെ ഫോണിൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ജയദേവേട്ടൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ. ഹലോ ജയദേവേട്ടാ. ഹലോ പ്രിയമതേ, നിങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ജയദേവേട്ടാ. ബസ് നിർത്താൻ പറ. എന്താ ജയദേവേട്ടാ? ബസ് അവിടെ നിർത്താൻ പറയൂ പ്രിയമതേ. ഹലോ, പറയുന്നൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ 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 പ്രിയമതേ, ഹലോ പറയുന്നത് കേൾക്കാമോ? എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കും. ആ ഫോണിങ് എന്നേ ശരിമേ, ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ മേഘനെ. ആ എന്താ? പറഞ്ഞോളൂ അച്ഛാ. നിങ്ങൾ ആ ബസ് നിർത്തി തിരിച്ചു വരണം. പറഞ്ഞോളൂ അച്ഛാ. ഡ്രൈവർ കാർ നിർത്തിക്കേ. ഹലോ ഹലോ മേഘനെ.
മോളെ മേഘനെ, ആ ബസ് അവിടെ നിർത്താൻ പറ. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്ക്, അല്ലെങ്കിൽ വലിയ ആപത്തുണ്ടാകും മോളെ. ഉം, ഉം, അച്ഛൻ പറയുന്നതൊന്നും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. എങ്ങോട്ടെങ്കിലും യാത്ര പോയാൽ ആപത്തുണ്ടാകുന്നു ഭാർഗവ പണിക്കർ പറഞ്ഞു. നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ. അച്ഛൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, ഒന്നും മനസ്സിലാവുന്നുമില്ല. അച്ഛൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, ഇവിടെ റേഞ്ച് കുറവാ. ഹലോ 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 മേഘനെ, ഹലോ മോളെ മേഘനെ. ഓ എന്റെ ഭഗവാനെ, ഞാൻ ഇനി അവരെ എങ്ങനെ രക്ഷിക്കും? ഹോ. അച്ഛൻ എന്തോ വലിയ ടെൻഷനിലാന്ന് തോന്നുന്നു. നീ ആ ഫോൺ ഇങ്ങ് തന്നെ. ഉം. ജയദേവേട്ടന്റെ ശബ്ദത്തിൽ ഒരു ടെൻഷനും ഇല്ല. നമ്മൾ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും വിളിച്ചത്. വേറെന്ത് പ്രശ്നമോ? അതല്ല ചെറമ്മേ, അച്ഛൻ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നു. സിഗ്നൽ ഇല്ലാത്തോണ്ടൊന്നും കേൾക്കാത്തതാ. നമ്മൾ അവിടേക്ക് എത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും ഡാഡി വിളിച്ചത്, അല്ലാതെ വേറെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെയായിരിക്കും ഏട്ടത്തി. സിഗ്നൽ കിട്ടിയിട്ട് നമുക്ക് വിളിച്ചു നോക്കാം. ഏട്ടത്തി ടെൻഷൻ ആവാതിരിക്കേ. ഇത്രയും ടെൻഷൻ അടിച്ചു പോവാനായിരുന്നെങ്കിൽ പിന്നെ പോവാൻ ഒരുങ്ങിക്കിട്ടി എന്തിനാ? ഹാപ്പി ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നില്ലേ? ഇപ്പൊ എന്ത് പറ്റിയിട്ടാ ചേച്ചി? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അച്ഛന്റെ ശബ്ദത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ചാരു. സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് ബ്രേക്ക് ആയി പോയില്ലേ, അതുകൊണ്ട് തോന്നിയതാവും. അല്ല ചാരു, അല്ല. എന്തൊരു ആപത്ത് വരുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ചേച്ചി, അന്ന് സംഭവിച്ചതൊന്നും ചേച്ചിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഫീൽ ആവുന്നത്. അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. റിലാക്സ് ആയിരിക്കും ചേച്ചി. വില്ലേജ് ട്രിപ്പ് ആണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന വിചാരിച്ചേ, പക്ഷെ ഇവിടെ എല്ലാവരും ഡള്ളായിട്ട് ഇരിക്കുകയാണല്ലോ. അത് ശരിയാ ചിക്കു, നമ്മുടെ സ്കൂളിലെ പിക്നിക് ഒക്കെ നമ്മൾ എന്ത് ജോളിയായിട്ട് എൻജോയ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും എത്ര പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് എത്ര എൻജോയ് ചെയ്താ പോകുന്നത്. ഡ്രൈവർ അങ്കിളിനോട് പറഞ്ഞ ബസ്സിൽ പാട്ട് എന്തെങ്കിലും വെച്ചു തരും. അപ്പൊ എല്ലാവരുടെയും മൂഡ് മാറി എൻജോയ് ചെയ്യും. അത് ശരിയാ, നമുക്ക് എല്ലാരെയും കൊണ്ട് ഡാൻസ് കളിപ്പിക്കാം. ഏയ് ചക്കി ചിക്കു, എന്തിനാ രണ്ടുപേരും കൂടെ എഴുന്നേറ്റേ? ഡ്രൈവർ അങ്കിളിനോട് പറഞ്ഞ് ബസ്സിൽ പാട്ട് വെക്കാനാ. അങ്ങനെ ഒരു തലവേദന ഇപ്പൊ എന്തിനാ? നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യാലോ. പാട്ടുമില്ല ഡാൻസും ഇല്ല, രണ്ടുപേരും അവിടെ ഇരിക്കും. എന്താ മോം ഇത്? കുട്ടികളെ എൻജോയ് ചെയ്യാൻ സമ്മതിക്കില്ലേ? അവര് പാട്ട് വെക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ. ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഈ ട്രിപ്പിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും എന്തെങ്കിലും സൈലന്റ് ആയിരിക്കുന്നേ, ബോറടിക്കുന്നു. നിതിൻ, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഡാൻസ് കളിക്കും. ഫോണിൽ സിഗ്നൽ കിട്ടാത്ത സ്ഥിതിക്ക് എല്ലാവർക്കും നല്ലപോലെ ബോറടിക്കുന്നുണ്ട്. ഡ്രൈവർ, ആ പാട്ടൊന്ന് വെച്ചേ. അത് വേണ്ട, പാട്ടും കൂത്തും ഒന്നും വേണ്ട. ഈ മേഘനയ്ക്ക് ഇതെന്തു പറ്റി? അന്ന് സംഭവിച്ച ആപത്തിന്റെ വേദന ചേച്ചിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ പാട്ടിട്ട് എന്താ അമ്മേ പ്രശ്നം? വേണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങക്ക് വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ട്. എന്നാലും സാരമില്ല, രണ്ടുപേരും മിണ്ടാതിരുന്ന ഇവിടെ. എന്തിനങ്ങനെ കുട്ടികളെ വഴക്ക് പറയുന്നേ? എന്താ പറ്റിയത് നിനക്ക്? ഒന്നുമില്ല മിഥുനേട്ടാ, ഇപ്പൊ പാട്ടും ഡാൻസും ഒന്നും വേണ്ട. പെട്ടെന്ന് നാട്ടിലെത്താൻ നോക്കാം. ദയവ് ചെയ്ത് എല്ലാവരും ഞാൻ പറയുന്നതൊന്ന് കേക്ക്. മേഘനയ്ക്ക് പെട്ടെന്ന് ഭ്രാന്തായെന്നാ തോന്നുന്നേ. കാണിക്കുന്നതൊക്കെ അതിന്റെ ലക്ഷണം തന്നെയാ. ഡ്രൈവർ, ആ ചെക്ക് പോസ്റ്റിലൊന്ന് വണ്ടി നിർത്തണം. എക്സ്ക്യൂസ് മീ, എന്താ വേണ്ടത്? ഈ റൂട്ടിലൊരു ബസ് പോയിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കണ്ടിരുന്നോ? ഒരുപാട് ബസ്സുകൾ പോയിട്ടുണ്ട്. അതിൽ ഏത് ബസ്സിന്റെ കാര്യം പറയുന്നേ?
എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരു പ്രൈവറ്റ് ബസ്സിൽ നാട്ടിലേക്ക് പോയതാ. അവരോട് അർജന്റായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയണം. കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് അവരെ ഫോണിൽ കിട്ടുന്നില്ല. അത് ശരി. പ്ലീസ് സാർ, എനിക്ക് എങ്ങനെയെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. അത്ര അർജന്റാ. ഓക്കെ സാർ, നിങ്ങൾക്ക് ആ വെഹിക്കിൾ നമ്പർ അറിയാവോ? ആ, ഇത് കഴിഞ്ഞൊരു ചെക്ക് പോസ്റ്റ് കൂടിയുണ്ട്. നമുക്ക് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ബസ് അവിടെ നമുക്ക് നിർത്തിക്കാം. ഓക്കെ സാർ. ഹലോ ഹലോ, ചെക്ക് പോസ്റ്റ് റിപ്പോർട്ടിംഗ്. ഹലോ ഹലോ, അർജന്റായിട്ടൊരു വണ്ടി തടഞ്ഞു നിർത്താനുണ്ട്. വണ്ടിയുടെ നമ്പർ പറയൂ. ഈ നമ്പറിലുള്ള ബസ് നിങ്ങളുടെ ചെക്ക് പോസ്റ്റിൽ എത്തിയാൽ നിർത്താൻ പറയണം. ആ ബസ്സിൽ യാത്ര ചെയ്യുന്നവരോട് അത്യാവശ്യം ഒരു കാര്യം അറിയിക്കാനുണ്ട്. അവരുടെ ഫാമിലി മെമ്പർ ഇവിടെ റിക്വസ്റ്റ് ചെയ്തതാ. ഓക്കെ സാർ, വിവരം അറിയിക്കാം. ഹലോ, എന്തായി സാർ? സാർ, കുറച്ചു മുമ്പാണ് ബസ് ഈ ചെക്ക് പോസ്റ്റ് കവർ ചെയ്ത് പോയത്. ഇതാണ് ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഗാർഡനെ വിളിക്കേണ്ടി വരും. സാർ, ബസ് അവിടെ നിന്ന് ക്രോസ് ചെയ്തു സാർ. സാർ, അടുത്ത ചെക്ക് പോസ്റ്റ് എവിടെയായിട്ട് വരും? അതിനി അടുത്ത ജില്ലയിലാണ് സാർ. മാത്രമല്ല ഇടയിൽ ഫോറസ്റ്റ് ആണുള്ളത്. ആ ഫോറസ്റ്റ് കഴിഞ്ഞാലാണ് ചെക്ക് പോസ്റ്റ്. ഫോറസ്റ്റ് ക്രോസ് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കും. ഇപ്പൊ ആ ബസ് കടയിൽ നമ്മൾ എന്ത് ചെയ്യും സാർ? സോറി സാർ, നിങ്ങൾ ആ ബസ്സിനെ ഫോളോ ചെയ്യാല്ലാതെ മറ്റൊരു വഴി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ സാർ, ഓക്കെ. ചക്കയും ചിക്കും എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? പാട്ട് വയ്ക്കാഞ്ഞിട്ടാണോ? അതെ അച്ഛാ, ഞങ്ങക്ക് വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുക. ഇങ്ങനെ പോവേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് വരില്ലായിരുന്നു. ഇപ്പൊ എന്താ വേണ്ടത്? പാട്ട് വയ്ക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരിക്കല്ലേ. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് വേണ്ട അച്ഛാ, അമ്മ ചിലപ്പോ വീണ്ടും ദേഷ്യപ്പെടും. ആരെന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് എൻജോയ്മെന്റ് അല്ലേ വേണ്ടത്. അത് പറ്റില്ല എന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. മിഥുനേട്ടൻ, ചേച്ചി, മിഥുനേട്ടൻ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ചെയ്തു കൊടുക്കുന്നത്. ദയവ് ഇത് തടസ്സമൊന്നും പറയല്ലേ ചേച്ചി. മിഥുനേട്ടനെ ഇപ്പൊ തന്നെ ദേഷ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഡ്രൈവർ, ഒന്നാ പാട്ടിട്ടെ. വലിയേട്ടാ, അത് വിവേകെ, ഇനി ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല. ഡ്രൈവർ, ആ സോങ്സ് പ്ലേ ചെയ്ത്. ഓക്കെ സാർ. മക്കളെ, നിങ്ങൾ എൻജോയ് ചെയ്യും. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ, എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ, എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. സൂപ്പർ. ആ, അടുത്താരാ? ചെറിയ അച്ഛനും ചെറിയമ്മേ. ഓക്കെ, വിവേക്, ചാരു, രണ്ടുപേരും വന്നേ. തമ്മിൽ കാണുന്നുണ്ടെന്നാലും നാം രണ്ടാതൊരു കാലം പോയില്ലേ. കണ്ണിൽ കണ്ണിൽ പൂവക്കുണ്ടെന്നാലും നെഞ്ചിനുള്ള മുള്ളിൻ കൂടലേ. കാലങ്ങളേറെ കഴിഞ്ഞാലും കാലങ്ങളേറെ കഴിഞ്ഞാലും ശലോമുണ്ട് ഗീതങ്ങളാകുന്നവൻ എന്റെ സ്വാതുള്ളിലോരുന്നല്ലേ.
കാണുന്നുണ്ടെന്നാലും നാം മിണ്ടാതെ കാലം പോയില്ലേ കണ്ണിൽ കണ്ണിൽ പൂവം കൊണ്ടെന്നാലും നിൻ നെഞ്ചിനുള്ള മുള്ളിക്കൂടലേ വണ്ടിൻ ചുണ്ടത്തു തേ എന്താ മിഥുൻ, എന്ത് ചെയ്യായിരുന്നു? അതൊന്നുമില്ല, കാറ്റ് ഒരുപാട് അടിക്കുന്നതുകൊണ്ട് ഗ്ലാസ് ഒന്ന് ക്ലോസ് ചെയ്തതാ. നിർത്ത 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 വണ്ടി നിർത്ത, ഇറങ്ങി വാടോ. നിങ്ങള് എവിടെന്നാ യാത്ര പുറപ്പെട്ടെ? ഞങ്ങൾ ടൗണിൽ നിന്നാ. എങ്ങോട്ടേക്കാ പോകുന്നത്? വൈഫിന്റെ ഗ്രാമത്തിലേക്ക്. ഈ റൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? എന്താ സാർ അങ്ങനെ ചോദിച്ചേ? ഇത് കുറച്ച് ഡേഞ്ചറസ് ഏരിയ, അതുപോലെ വഴി മോശ. ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയെ റോഡിനുള്ളൂ. എതിരെ ഒരു വണ്ടി വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ പ്രയാസാ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സാർ? ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാത്രി യാത്ര തുടരുന്നത് ശരിയല്ല എന്നാ. വല്ല ആക്സിഡന്റും ഉണ്ടാവും. ഇവിടെ അടുത്തെങ്ങാനും താമസിച്ചിട്ട് നാളെ നേരം വെളുത്ത് പോകുന്നതാണ് നല്ലത്. അതെ മിഥുനേട്ടാ, സാറ് പറഞ്ഞത് സത്യം തന്നെയാ. ഈ റൂട്ടിൽ ഒരുപാട് അപകടങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നാളെ യാത്ര തുടർന്നാ പോരെ? ഈ രാത്രിയിൽ ഇനി എവിടെ സ്റ്റേ ചെയ്യാനാ? മാത്രമല്ല ഇവിടെ ഫുള്ളും കാടല്ലേ, കാണുമ്പോ തന്നെ പേടിയാവുന്നു. ഇവിടെ തന്നെ നിൽക്കുന്നതും ആപത്താണല്ലോ. മിഥുനേട്ടാ, പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള വഴിയാ ഇത്. രാത്രി കൂടി ആയ സ്ഥിതിക്ക് ഒരുപാട് പേടിക്കണം. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡ്രൈവറെ, വണ്ടിയുടെ വൈപ്പറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഓക്കെയാണ് സാർ. എന്നാലും നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും സാർ. മാത്രമല്ല ഇത്ര രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാനും ബുദ്ധിമുട്ടാണ്. അതൊക്കെ നിങ്ങൾ ഇപ്പോഴാണോ പറയുന്നത്? രാവിലെ പറയാറുന്നില്ലേ? നല്ല പണിയാ കാണിച്ചത്. മിഥുൻ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവാണോ? അത് പറ്റില്ല മഞ്ജരി. ഈ കാട്ടിനുള്ളിൽ സ്റ്റേ ചെയ്യുന്ന എങ്ങനെയാ? നമുക്കങ്ങ് പോവാം.